സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നിരവധി തവണ കാലതാമസം നേരിട്ട ആക്സിയം ബഹിരാകാശ ദൌത്യം ഇന്ന് വിക്ഷേപിക്കും. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ലയടക്കമുള്ള 4-അംഗ സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ആക്സിയം മിഷൻ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 നടക്കുമെന്ന് നാസ അറിയിച്ചു. വിഷ്ണുപ്രിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണുപ്രിയ, ഏകദേശം 7 തവണയോളം മാറ്റിവെച്ച ദൌത്യമാണ് ഇന്നിപ്പോൾ 12:01 നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമാണെന്ന് മനസ്സിലാക്കുന്നു. ആര്യ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ വിക്ഷേപണ യാത്ര ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 പുറപ്പെടുക. ശുഭാംശു ശുക്ല അടക്കമുള്ള 4 പേരാണ് മറ്റ് ആളുകൾ എന്ന് പറയുന്നത്. സാങ്കേതിക പ്രശ്നം കാരണം 7 പ്രാവശ്യമാണ് ഈ വിക്ഷേപണം മാറ്റിവെച്ചത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ദൗത്യം നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 7 വട്ടം മാറ്റിവെച്ചെങ്കിലും ശുഭാംശു ശുക്ലയും സംഘവും ഒക്കെ ക്വാറന്റീനിൽ തുടരുകയായിരുന്നു. അതിനുശേഷമാണ് അവർ ഇപ്പോൾ പോകാൻ പോകുന്നത്. ഫാൽക്കൺ 9 റോക്കറ്റിലായിരിക്കും ഇവരുടെ വിക്ഷേപണ യാത്ര എന്ന് പറയുന്നത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ആദ്യമായിട്ടാണ് ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് എന്നൊരു വലിയ പ്രത്യേകത കൂടി നമുക്ക് ഈ വിക്ഷേപണത്തിന് പിന്നിലുണ്ട്. അതുപോലെ തന്നെ നാസയുടെ മുതിർന്ന ബഹിരാകാശ പര്യവേഷക പെഗ്ഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാസ്കി, ഹംഗറിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് മറ്റ് ആളുകൾ എന്ന് പറയുന്നത്. സുന്ദ വില്യംസ് ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരിച്ചു വന്ന അതേ പേടകത്തിൽ നിന്ന് തന്നെയായിരിക്കും ഇവരെ തിരിച്ച് അങ്ങോട്ടേക്കുള്ള യാത്ര എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യൻ മണ്ണിൽ നിന്നും ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യൻ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ഗഗൻയാൻ പദ്ധതി നമ്മുടെ ഇസ്രോയുടെയും ഇന്ത്യയുടെയൊക്കെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. അതിൽ ഉള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഒരാൾ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള ശുഭാംശു ശുക്ല. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റാളുകൾ എന്ന് പറയുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, പിന്നെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണ എന്നിവരാണ് മറ്റുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായിട്ടാണ് ശുഭാംശു ശുക്ലയും സംഘവും ഇപ്പോൾ യാത്ര തിരിക്കാൻ പോകുന്നത്. 14 ദിവസമാണ് ഇവർ ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കുക എന്നൊരു റിപ്പോർട്ട് കൂടി നാസയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ആര്യ, ശരി. വിഷ്ണുപ്രിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.